ഫലസ്തീനിന്റെ മണ്ണിലെ കണ്ടില്ലേ പടച്ചവനെ ഫലസ്തീനിന്റെ മണ്ണില് ജനങ്ങൾ വീണ് മരിച്ചുകൊണ്ടിരിക്കുമ്പോ കുഞ്ഞുങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുമ്പോ തകർന്നു പോയ ബോംബ് വന്ന് വീണ് തകർന്നു പോയ വീടിന്റെ മുറ്റത്തിരുന്നിട്ട് ഒരു ചെറിയ മകന് ഖുർആൻ ഓതുകയാ. ചെറിയ കുട്ടിയുണ്ടല്ലോ തകർന്നു വീടുന്ന ബിൽഡിങ്ങിന്റെ മുമ്പിൽ നിന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ എടുത്തു വെച്ചിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കണോ. മിനൽ ഖൗഫി വൽ വൻഖുസിം മിനൽ അംവാലി വൻഫുസി വസ്സമറാത്ത് വബശിരി സ്വാബിരീൻ. ഒരു പൊന്നുമകനെ ഖുർആൻ ഓതുന്ന വീഡിയോ കണ്ടല്ലോ. തകരുമ്പോ കൂടെയുള്ളവർ മുഴുവനും തകർന്നു വീഴുമ്പോ വീണ മരണത്തോടെ മല്ലടിക്കുമ്പോ ഒരു പറയുന്നു ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്. പടച്ചറബേ ഫലസ്തീൻ ജനതയെ നീ സഹായിക്കണേ അല്ലാഹ്, രക്ഷപ്പെടുത്തണേ അല്ലാഹ്, ഒരു വഴി തുറന്നു കൊടുക്കണേ അല്ലാഹ്, സഹായിക്കണേ അല്ലാഹ്, നിങ്ങളെ സഹായിച്ച അല്ലാഹ്, അവരെ കൈവിടല്ലേ അല്ലാഹ്, മരിച്ചവർക്ക് ശഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാഹ്. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് 3 പേര് തർക്കിക്കുകയാ. ആദ്യം എനിക്ക് സ്വർഗത്തിൽ പോകണം, ആദ്യം ഞാനാണ് സ്വർഗത്തിലേക്ക് പോകേണ്ടത്. 3 പേര് തർക്കിക്കുകയാ. ആരൊക്കെ? ഷഹീദായ ശുഹദാ, 2 ഹജ്ജ് ചെയ്ത ഹാജി, 3 ഇൽമു പഠിച്ച ആലിം. ഇവര് 3 പേരും ആദ്യം എനിക്ക് പോണേ എന്ന് പറഞ്ഞ് സ്വർഗത്തിന്റെ മുമ്പിൽ നിന്ന് തർക്കിക്കുകയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഹീദായ ശുഹദാഇനോട് ചോദിക്കും, അല്ലാഹുവേ എന്റെ ജീവൻ ഞാൻ നിനക്ക് വേണ്ടി ചെലവഴിച്ചു, അല്ലാഹ് എന്റെ ജീവിതം തന്നെ ഞാൻ തന്നു, എനിക്കാണ് ആദ്യം സ്വർഗത്തിൽ പോകേണ്ടത്. അല്ലാഹു മനുഷ്യനോട് ചോദിക്കും, നീ ചെയ്തത് നല്ല കാര്യമൊക്കെ തന്നെ, ദീനിന് വേണ്ടി നിന്റെ ജീവിതം നീ മാറ്റിവെച്ചു, ശരി തന്നെ, എങ്കിലും ഷഹീദാകുന്ന മനുഷ്യന് കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് ആരാ പഠിപ്പിച്ചു തന്നത്? അത് ഉസ്താദല്ലേ പഠിപ്പിച്ചു തന്നെ അല്ലേ? ഒരാള് ഷഹീദാകാൻ പോയാൽ, യുദ്ധത്തിൽ പോയി ഷഹീദാകുന്ന ഒരു ശുഹദാഇന് കിട്ടുന്ന പ്രതിഫലം പഠിപ്പിച്ചു തന്ന ആരാ? അത് ഉസ്താദന്മാരാ പഠിപ്പിച്ചു തന്നെ. അപ്പൊ ചോദിക്കും, ആദ്യ ഉസ്താദല്ലേ പോണ്ടേ, നീ അങ്ങോട്ട് മാറി നിൽക്ക്. രണ്ടാമത് ഹജ്ജ് ചെയ്ത ഹാജി, അല്ലാഹുവേ നീ തന്നെ സമ്പത്ത് മുഴുവനും ചെലവഴിച്ചിട്ട് ഞാൻ പോയി ഹജ്ജ് ചെയ്തല്ല, എനിക്ക് സ്വർഗം ഉണ്ടല്ലോ അല്ലാ, ഞാനല്ലേ സ്വർഗത്തിൽ പോകണ്ടേ? അപ്പൊ അല്ലാഹ് ചോദിക്കും, ശരി തന്നെ, ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഇപ്പോഴേ ഊരി തുടങ്ങി, ഊരിക്കോ ഇൻഷാ അല്ലാഹ്, എല്ലാം ഊരിക്കോ, നാളെ ഇങ്ങോട്ട് തന്നെ വരാനുള്ളതാ. അല്ലാഹു കബറിടം വിശാലമാക്കി തരുമാറാകട്ടെ. രണ്ടാമത്തെ ആള് ചോദിക്കാ, പടച്ചവനെ ഞാൻ ഹജ്ജിന് പോയിട്ടുണ്ട്, ഹാജിയാ, ഇത് സ്വർഗമുണ്ടെന്ന് പറഞ്ഞല്ലോ, അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു സബാബുൻ ഇല്ലൽ ജന്ന, സ്വർഗമുണ്ടല്ലോ. അല്ലാഹു പറയും, നീ പറഞ്ഞതൊക്കെ ശരി, നിനക്ക് സ്വർഗമുണ്ട്, പക്ഷേ ഹജ്ജിന് പോകുന്നവനുള്ള പ്രതിഫലവും എങ്ങനെയാണ് ഹജ്ജ് ചെയ്യേണ്ടത് എന്ന് നിന്നെ പഠിപ്പിച്ചു തന്ന ആരാ? അത് ഉസ്താദന്മാരാ, ആലിമീങ്ങളാ. അപ്പൊ ആ മനുഷ്യൻ മിണ്ടാതെ മാറി നിന്നു. ഉസ്താദ് വിചാരിക്കും, അപ്പൊ ഞാനല്ലേ പോകണ്ടേ, അപ്പൊ സ്വർഗത്തിലേക്ക് ആദ്യം കയറി പോകേണ്ട ആള് ഞാനാണല്ലോ. ഈ മനുഷ്യൻ ആലിം ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുമ്പോ അള്ളാഹു പറയും, നീ ഇൽമു പഠിച്ചവനാ, നീ ആലിമാ, നീ പ്രവാചകന്റെ അനന്തര അവകാശികളാ, കാര്യങ്ങളൊക്കെ ശരിയാ, എന്റെ ഇൽമു നീ പഠിച്ചവനാ. പക്ഷെ അള്ളാഹു ചോദിക്കും, മോനെ നീ ഇൽമു പഠിക്കുന്ന കാലത്ത് നിനക്ക് ഭക്ഷണം തന്നതാരാ? നീ പുത്തനങ്ങാടി സുഗതാ മക്കാമിന്റെ ചാരത്തുള്ള ഈ സ്ഥാപനത്തിൽ നീ പഠിക്കുമ്പോ നിനക്ക് ഭക്ഷണം തന്നതാരാ? അത് നാട്ടുകാരാ. നിനക്ക് താമസിക്കാനുള്ള റൂം കെട്ടിത്തന്നതാരാ? നിനക്ക് കടക്കാനുള്ള കട്ടില് വാങ്ങിത്തന്നതാരാ? അത് ഈ നാട്ടുകാരാ പടച്ചവനെ. അപ്പൊ ആദ്യം സ്വർഗത്തിൽ പോകേണ്ടതാരാ? നീയാണോ അവരാണോ? അല്ലാഹു ഈ മന്ദിരമാറാകട്ടെ. ആരാ ആദ്യം പോകണ്ടേ? ആരോടാദ്യം പോകണ്ടേ? ഈ മക്കൾക്ക് ഭക്ഷണം കൊടുത്തവർ, ഈ മക്കൾക്ക് കിടക്കാൻ റൂം കെട്ടിക്കൊടുത്തവർ, ഈ മക്കളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ച നിങ്ങൾ ആദ്യം സ്വർഗത്തിൽ പോകേണ്ടത്. അള്ളാഹു നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങൾക്കറിയുവോ പെങ്ങളെ, അള്ളാഹു പറയുകയാ, ഞാൻ പറഞ്ഞതല്ല. അള്ളാഹു പറയുന്നു, നിന്റെ ജീവിതം നിനക്ക് സമാധാനമുള്ള ഒരു ജീവിതം അള്ളാഹു തരും. അള്ളാഹുവെ, ഈ മക്കൾക്ക് വേണ്ടി നീ നിന്റെ ശരീരത്ത് കിടക്കുന്ന സ്വർണ്ണാഭരണ ഊരി കൊടുക്കുന്നു. നീ ചിരിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, എല്ലാവരുടെ മുമ്പിൽ സന്തോഷത്തിൽ നടക്കുന്നുണ്ട്. പക്ഷെ നിന്റെ മനസ്സ് നിനക്കല്ലേ അറിയൂ.
നിന്റെ മനസ്സിന്റെ ഉള്ളിലെ വേദന അല്ലാഹു തന്ന ആയുസ് ഉരുകി ഉരുകി തീർക്കല്ലേ നീ. മക്കളെ ഓർത്തിട്ട് പടച്ചവനെ എന്താന്ന് പ്രായമായല്ലോ എന്ന് ചിന്തിച്ച് നരകിച്ച് ജീവിക്കുന്ന പെങ്ങളില്ലേ? പെങ്ങളെ മരിക്കുന്ന കാലം വരെ ഇങ്ങനെ ജീവിച്ചാ പോരാ. നിന്റെ ഭർത്താവ് നല്ലവനാകണം, നിനക്ക് സന്തോഷമുള്ള ഒരു ജീവിതം വേണോ? അല്ലാഹു പറയുകയാ, എനിക്ക് തന്നാൽ നിനക്ക് ഞാൻ നല്ല ജീവിതം തരാം. എത്രയോ ചെറുപ്പക്കാരുണ്ട്, ഉസ്താദേ എനിക്ക് സമാധാനമുള്ള ഒരു ജീവിതം വേണം, എൻ്റെ ഭാര്യ നേരെയാകണം, അവൾ അള്ളാഹുവിനെ ഭയമുള്ളവളാകണം, പടച്ചറബിനെ പേടിച്ച് നടക്കുന്നവളാകണം. ഉസ്താദേ എനിക്ക് നല്ല ഒരു ജീവിതം വേണം, നല്ല ഒരു ജോലി വേണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് പേരില്ലേ? ഖുർആനാ പറഞ്ഞത്, ഞാൻ പറഞ്ഞതല്ല. ചരിത്രം പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സദക്ക കൊടുത്ത ഒരു സ്വഹാബിക്ക്, സദക്ക കൊടുത്ത ഒരു പ്രവാചകന്, ഒരു നന്മ ചെയ്ത ഒരു പ്രവാചകന് നല്ല ജോലിയും സ്വാലിഹത്തായ ഒരു ഭാര്യയെയും കൊടുത്ത ചരിത്രം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ചരിത്രം പറയാൻ സമയമില്ലാത്തത് കൊണ്ടാ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിന്റെ നാട്ടിൽ നിന്ന് മദീന എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നാട് വിട്ടുപോയപ്പോ 2 പെൺകുട്ടികൾ വെള്ളം കോരാൻ കഴിയാതെ മാറി നിൽക്കുന്ന സമയത്ത് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഞങ്ങൾക്ക് ആണുങ്ങളുടെ ഇടയിൽ പോയി വെള്ളം കോരാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ മാറി നിൽക്കുകയാ. മൂസാ നബി പറഞ്ഞു, ഞാൻ കോരിത്തരാം. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഒരു നാട്ടിൽ നിന്നും മറുരാജ്യത്തേക്ക് നാട് വിട്ടുപോയ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ആ പെൺകുട്ടികൾക്ക് വെള്ളം കോരി കൊടുത്തു. അള്ളാഹു പ്രതിഫലം കൊടുത്തു. ആരെയാ കൊടുത്തത്? മഹാനായ ഷുഐബ് നബി അലൈഹിസ്സലാമിന്റെ മകളായിരുന്നു. ഷുഐബ് നബിയുടെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. 10-11 വർഷം ജോലിയും കൊടുത്തു. എന്തേ ചെയ്തത്? ഇത്തിരി വെള്ളം കോരി കൊടുത്തു. ഇത്രയേ ഉള്ളൂ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ സദക്ക കൊടുത്താലോ? അപ്പൊ സ്വർണം ഊരി കൊടുത്താലോ? ഖുർആനാ പറഞ്ഞത്. ഞാൻ ഖുർആനാ പറഞ്ഞത്. അള്ളാഹു നിന്റെ ഭർത്താവിനെ നന്നാക്കും, നിങ്ങൾക്ക് നല്ല ജീവിതം തരും, നല്ല ജോലി തരും, നല്ല മരണം തരും. നീ പേടിക്കണ്ട. ഈമാനില്ലാതെ മരിക്കൂല്ല പെങ്ങളെ. സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന വിപത്താണ്. അപ്പൊ മോശമായ മരണങ്ങൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. 3 മരിക്കുന്ന സമയം കാണിച്ചു തരും നിനക്ക് സ്വർഗം. നീ വെറുതെ മരിക്കണ്ട, നിലവിളിച്ച് തെണ്ടി കരഞ്ഞു വിളിച്ചൊന്നും മരിക്കണ്ട. മരിക്കുന്ന സമയം അള്ളാഹുവിന്റെ സ്വർഗം നിനക്ക് കാണിച്ചു തരും. അള്ളാഹു കണ്ടു മരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. 4 നിന്റെ ഖബറിനകത്ത് വെളിച്ചമാകും, നിന്റെ 6 അടി മണ്ണിനകത്ത് വെളിച്ചമാകും. എന്റെ പ്രിയപ്പെട്ടവരെ, 5ാമത്തെ പ്രതിഫലം, ഈ അല്ലാഹുവിന്റെ ഇൽമു പഠിക്കുന്ന ഈ മക്കളുണ്ടല്ലോ, ഈ മക്കൾക്ക് ഭക്ഷണം കൊടുത്താൽ ഇവരെ സ്വന്തം മക്കളെ പോലെ തെരഞ്ഞെടുത്ത അല്ലാഹു പറയുകയാ, ഫബകാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം. ഏറ്റവും ശർറായ ദിവസമുണ്ടല്ലോ, ഏതാണോ ഏറ്റവും ശർറായ ദിവസം? അത് നാളെ പടച്ച റബ്ബിന്റെ മഹ്ശറയാണല്ലോ, അല്ലാഹുവിന്റെ കോടതിയാണല്ലോ. പടച്ചവനെ, ഈ ഖബറിനകത്ത് നിന്ന് എല്ലാവരും എഴുന്നേറ്റ് വരുന്ന പടച്ച റബ്ബിന്റെ ചെമ്പിന്റെ തറയില് ഉടുതുണിയില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളും നിൽക്കുന്ന പടച്ച റബ്ബിന്റെ പരലോകമുണ്ടല്ലോ. ജനങ്ങൾ പറയുന്നു, അല്ലാ, നരകമാണെങ്കിൽ നരകം, സ്വർഗമാണെങ്കിൽ സ്വർഗം. ഇവിടെ നിൽക്കാൻ വയ്യ പടച്ചവരെ, എന്നെ നരകത്തിൽ വേണമെങ്കിലും വലിച്ചെറിഞ്ഞോ, എനിക്കിവിടെ നിൽക്കാൻ വയ്യ. യാ വൈലതാ യാ ഹസ്രതാ, എന്റെ നാശമേ എന്ന നിലവിളി പടച്ച റബ്ബിന്റെ പരലോകമുണ്ടല്ലോ. 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച നിന്റെ പൊന്നാര മക്കളുണ്ടല്ലോ. വാപ്പാ, സ്നേഹത്തോടെ അല്ലാഹു തന്ന ആയുസ് മുഴുവനും മാറ്റിവെച്ച് മക്കളെ വളർത്തിയ വാപ്പാ, ആ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ച് നമ്മുടെ മക്കളെല്ലാരോട് പറയുന്നു, നാഥാ, ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാല് പൊള്ളുന്നു റബ്ബേ, എന്റെ കാല് പൊള്ളുന്നു പടച്ചവരെ, എന്റെ ഉമ്മാനമൊന്ന് മലത്തി കിടത്തി തന്ന ആ നെഞ്ചത്ത് കയറി ഞാനൊന്ന് നിൽക്കട്ടെ അല്ലാ എന്ന് നമ്മുടെ പൊന്നാര മക്കള് പറയുന്ന ദിവസമുണ്ടല്ലോ. വാപ്പാ, പൊന്നുപോലെ വളർത്തിയ മക്കളുണ്ടല്ലോ, അവർ അല്ലാഹുവിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തെ വലിച്ചു കൊണ്ടുവരുന്നത് കാണുമ്പോ മക്കള് പറയുന്നു, അല്ലാ, എന്റെ തിന്മ മുഴുവനും എടുത്ത് എന്റെ വാപ്പാടെ തലയിൽ കെട്ടിവെക്കൂ, എന്നിട്ട്
ഉപ്പാന വലിച്ചെറിയ്, എനിക്ക് സ്വർഗം താ എന്ന് നമ്മുടെ പൊന്നാര മക്കള് പറയുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവേ, എന്നെയല്ല ആദ്യം അറിയേണ്ടത്, എന്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും കൊടുക്കണേ എന്ന് നമ്മുടെ പൊന്നാര മക്കള് പറയുമല്ലോ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വാഹിബതിഹി വ ബനീഹി. പടച്ചവനെ, എല്ലാവരും കരയുന്ന ദിവസം, എല്ലാവരും കൈയൊടിയുന്ന ദിവസം, വാപ്പയില്ല, ഉമ്മയില്ല, ഭാര്യയില്ല, മക്കളില്ല, കൂടപ്പറപ്പില്ല, ഒരാളും തിരിഞ്ഞു നോക്കാത്ത പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ. ആ പരലോകത്ത് പടച്ചറപ്പ് രക്ഷപ്പെടണോ ചെറുപ്പക്കാരാ, രക്ഷപ്പെടണോ പെങ്ങള്. അല്ലാഹു പറയുകയാ, അല്ലാഹു പറയുകയാ, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്താൽ, യതീമീങ്ങളെ സഹായിച്ചാൽ, രോഗികളെ നീ സഹായിച്ചാൽ, അല്ലാഹുവിന്റെ ദീനിന്റെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി കൊടുത്താ അല്ലാഹു തരുന്ന പ്രതിഫലം പടച്ചറപ്പ്. നാളെ ഒരു വിഭാഗം ഖബറിനകത്ത് നിന്ന് എഴുന്നേൽക്കുകയാ. പടച്ചവരെ, ഇവിടത്തെ പള്ളിപ്പറമ്പിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. അവര് ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പറവകളെ പോലെ പറക്കുകയാ, അവര് പറവകളെ പോലെ പറക്കുകയാ. പടച്ചവനെ, ഹിസാബില്ലാതെ, നാളെ വിചാരണയില്ലാതെ പടച്ചറപ്പിന്റെ കോടതിയിൽ നിന്നവര് പറന്ന് പറന്ന് സ്വർഗത്തിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോ സ്വർഗത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ ചോദിക്കുകയാ, നിങ്ങളാരാ, നിങ്ങളാരാ? പടച്ചവനെ, ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ വിചാരണ കഴിഞ്ഞു? സിറാത്ത് താണ്ടിയിട്ടാണോ വന്നത്? വിചാരണ കഴിഞ്ഞിട്ടാണോ വന്നത്? നിങ്ങൾ പറന്നു വരുന്നല്ലോ. നിങ്ങൾ എന്ത് നന്മ ചെയ്തിട്ട് കിട്ടിയ പ്രതിഫലമാ? ചോദിക്കണം പെങ്ങള്. നാളെ പടച്ചറപ്പിന്റെ സ്വർഗത്തിലേക്ക് ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വിചാരണയില്ലാതെ അല്ലാഹുവിന്റെ സിറാത്ത് എന്ന് പറയുന്ന ആ നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന പാലമുണ്ടല്ലോ, ആ പാലം താണ്ടി സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോ മലക്കുകൾ ചോദിക്കുന്നു, എങ്ങനാ ഈ പ്രതിഫലം കിട്ടിയത്? എങ്ങനെയാ? പറയണം പെങ്ങള്. അല്ലാഹുവിന്റെ ഇൽമ പഠിക്കുന്ന മക്കൾക്ക് ഭക്ഷണം കൊടുത്തതിന് എന്റെ റബ്ബെനിക്ക് തന്ന പ്രതിഫലമാ. പറയണം ബാപ്പാ, നിന്റെ മക്കളെ പോലെ പാട്ട് കേട്ട്, സിനിമാ ഗാനങ്ങൾ കേട്ട്, സിനിമ കണ്ട് മുടി വളർത്തി അല്ലാഹുവിനെ മറന്നു നടക്കുന്ന മക്കളല്ല. മലക്കുകളെ പോലെ വെള്ള ജുബ്ബയും തൊപ്പിയും ധരിച്ച് ഖുർആനും ഹദീസുകളും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന, 5 നേരം നിസ്കരിക്കുന്ന, തഹജ്ജുദ് നിസ്കരിക്കുന്ന, അദ്ദാദ് റാത്തീബ് ഓതുന്ന, മജ്ലിസുൻ നൂർ ഓതുന്ന, ശുഹദാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്യുന്ന ആ പൊന്നാര മക്കളുണ്ടല്ലോ. ആ മക്കൾക്ക് ഭക്ഷണം കൊടുത്തതിന് പടച്ചറബ്ബെനിക്ക് തന്ന പ്രതിഫലമാ. പറയാ കഴിയണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, പടച്ചവനം നിനക്ക് തരുന്ന പ്രതിഫലം. ഏറ്റവും ദുഷ്ടമായ ദിവസമുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുള്ള ദിവസമുണ്ടല്ലോ, ഫവക്കാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം. പേടി വേണ്ട പെങ്ങള്, എനിക്ക് ആരുമില്ലെന്നുള്ള പേടി വേണ്ട, എനിക്ക് നരകം കിട്ടുമെന്നുള്ള പേടി വേണ്ട. നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് മസ്സറയിൽ നിനക്ക് ധൈര്യമായി നടക്കാം.